മാതാപിതാക്കളോട് ധിക്കാരത്തോടെ പെരുമാറുക എന്നത്. ധിക്കാരമെന്ന് ഉദ്ദേശിച്ചത് അവരൊരു സംസാരിക്കുന്നിടത്തിന് മയപ്പെടുത്തലോ അല്ലെങ്കിൽ കാർക്കശ്യത്തോടെ കണിശതയോടെ അടിമകളോട് സംസാരിക്കുന്ന അറബികൾ പോലും അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ട് വലിയ മാറ്റത്തിനുടമകളായി. മാതാപിതാക്കളുടെ മുമ്പിൽ വിനയാന്വിതരായിട്ടാണ് മുൻഗാമികളായ പൂർവ്വസൂരികളായ ആളുകൾ സംസാരിച്ചിരുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ ചില ചരിത്ര സംഭവങ്ങൾ. താബികളിൽ പ്രമുഖനായ മുഹമ്മദ് ബിൻ സീരീൻ, അദ്ദേഹം തന്റെ ഉമ്മയോട് സംസാരിക്കുന്നത് കണ്ടാൽ എന്തോ ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട് എന്നാണ്. മാനസികമായിട്ട് അത്രയും വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. താഴ്മയോട് കൂടി മാത്രമാണ് അദ്ദേഹം സംസാരിക്കുക എന്ന് ഹില്യത്തുൽ ഔലിയ, അതുപോലെ സിയറു അലാമിൻ നുബല, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആ ചരിത്ര സംഭവം പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ സീരീന്റെ അദ്ദേഹം തന്റെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ താഴ്മയോടുകൂടി വിനയാന്വിതനായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം വിനയം കാണിക്കുകയാണ്. നോക്കൂ നിങ്ങൾ മറ്റൊരു സംഭവം. ത്വൽഖ ബിൻ ഹബീബ് എന്ന ആ മഹാനായ വ്യക്തി. ത്വൽഖ ബിൻ ഹബീബ് എന്ന് പറഞ്ഞാൽ ധാരാളമായി പുണ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ആരാധനയിൽ നിമഗ്നനായി ഭക്തിയിലും താഴ്മയിലും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാതാവിനെ കണ്ടു കഴിഞ്ഞാൽ മാതാവിന്റെ തലകളിൽ ചുംബിക്കുകയും ഉമ്മ ഇരിക്കുന്ന വീടിന്റെ ആ താഴ്ഭാഗത്തുകൂടി പോലും പോകുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അനാദരവായി തീരുമോ എന്ന്. ഇന്നത്തെ കാലയളവുകളിൽ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ടും അവർ കയറി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള മനസ്ഥിതിയോ അവരെ പരിഗണിക്കുകയോ ചെയ്യാതെ ധിക്കാരികളായി ജീവിക്കുന്ന മക്കളായി മാറിയിന്ന്. എന്നാൽ മഹാനായ ത്വൽഖ ബിൻ ഹബീബിന്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം ഇരിക്കുമ്പോൾ, മാതാവ് ഇരിക്കുമ്പോൾ അതിന്റെ അടുത്തുകൂടി പോകുമ്പോൾ പേടിച്ചിരുന്നു, ഉമ്മക്ക് ഇഷ്ടമാവില്ലയോ എന്ന്. മഹാനായ സൈനുൽ ആബിദീൻ റഹ്മഹുല്ലാ. സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളമായി പുണ്യം ചെയ്തുകൊണ്ട് മുന്നേറിയിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം അദ്ദേഹം ചെയ്യുന്നില്ല. എന്താണ്? ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ആളുകൾ ചോദിക്കുകയാണ്, ഒരുപാട് നന്മകളും ഒക്കെ ചെയ്തു നിങ്ങൾ ഉമ്മയുടെ കൂടെ എന്തായിരുന്നു ഭക്ഷണം കഴിക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ കണ്ടുവച്ച ഒരു ഭക്ഷണത്തിന്റെ ഉരുള ഞാൻ എടുത്തു കഴിച്ചാൽ അത് ഉമ്മക്ക് ഇഷ്ടമാവില്ലയോ, ഉമ്മക്ക് ഇഷ്ടപ്പെടില്ലയോ എന്ന് ഞാൻ ഓർത്തിട്ടാണ് എന്നാണ്. ഉമ്മ കണ്ടുവച്ച ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് തന്റെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് അത് ഇഷ്ടമാവില്ലയോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പൂർവ്വസൂരികളായ സലഫുസ് സ്വാലിഹീങ്ങളുടെയും മുൻഗാമികളുടെയും ജീവിതം. അവരിൽപ്പെട്ട ഒരു ചരിത്ര സംഭവം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഅബയെ തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചുമലുകളിൽ ഉമ്മയുണ്ട്. ഉമ്മയെ ചുമലുകളിൽ ഏറ്റിയിട്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അബ്ദുല്ലാഹ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം വലിയ പ്രവർത്തനമല്ലേ? എന്റെ ഉമ്മയെ ചുമലിലേറ്റിയിട്ടാണ് ഞാൻ കഅബ തവാഫ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞ മറുപടി, നിന്റെ ഉമ്മ നിനക്ക് നൽകുന്ന ഒരു പുഞ്ചിരിക്ക് പോലും സമാനമായിട്ടില്ല നീ ചെയ്യുന്ന കാര്യം എന്നതാണ്. നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നിങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിക്ക് പോലും പ്രത്യുപകാരം ചെയ്തവനായി തീർന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം അതിനോട് തുലനപ്പെടുത്തി പറയുന്നത്. ഉമ്മ നൽകുന്ന സ്നേഹവാത്സല്യങ്ങൾക്ക് അപ്പൊ എത്രമാത്രം നമ്മളതിന് അവരോട് കടമയും കടപ്പാടും നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ടത്, ഇന്നിന്റെ സമൂഹം പലപ്പോഴും ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇഷ്ടപ്പെടുക, അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക, അവരുടെ കൂടെ ജീവിക്കുക എന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായി മാറുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സംഭവം, മഹാനായ അബൂബക്കർ നുഫൈ ബിൻ ഹാരിസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പാപം.
അല്ലാഹുവല്ലാത്ത സൃഷ്ടികളെയോ വ്യക്തികളെയോ മറ്റുള്ളവയെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ സഹായാഭ്യർത്ഥന നടത്തുകയോ അവരോട് ആദികളും വ്യാധികളും സങ്കീർണതകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പറയുക, നേർച്ചകളും വഴിപാടുകളും ഒക്കെ മറ്റുള്ളവർക്ക് നൽകുക, ഇതൊക്കെ വലിയ തെറ്റാണ്, ഏറ്റവും വലിയ പാപമാണ്. രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നത് രണ്ടാമതായി ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ഗണിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബിവര്യന്മാരും ഒക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി സന്നദ്ധരായി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് വലിയ താല്പര്യത്തോടു കൂടി, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കും അങ്ങയുടെ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ അതിയായ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച്, നിനക്ക് നിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടോ? ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്, നീ അവർക്ക് പോയിട്ട് സേവനം ചെയ്തു കൊടുക്കുക, അവരുടെ കൂടെ ജീവിക്കുക, അവർക്ക് വുളു എടുക്കേണ്ട സമയത്ത് വെള്ളം എടുത്തു കൊടുക്കുക, ഭക്ഷണം ആവശ്യമുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു